അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വല്യുമ്മയെ അതാ നമ്മുടെ സഫീർ വാരിയെടുത്തു നേരെ കാറിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, അല്ല, വല്യുമ്മയുടെ സാധനങ്ങൾ ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്, വേണ്ട അതൊന്നും. സഫീർ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ വല്യുമ്മയെ കൊണ്ടുപോകുന്നു, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കണം അതെ കൊച്ചുമകൻ കൊണ്ടുപോയെന്ന്, വേറൊന്നും പറയണ്ട. ഓ അങ്ങനെ, അതല്ല, നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഒരു സൈൻ ചെയ്തിട്ട്. സൈനൊക്കെ ചെയ്യാം. ഉറപ്പ് തന്നെയല്ലേ? അതെ. ആരെങ്കിലും വന്ന് നോക്കിയിട്ടുള്ളൂ? ഞാനൊരിക്കൽ വന്നു എന്നല്ലാതെ പിന്നീടൊരിക്കൽ ആരും വന്നു നോക്കിയിട്ടില്ലല്ലോ. ഇല്ല. ഒരു ഉമ്മയും മകനും കൊണ്ടുവന്നിട്ടു. ചോദിച്ചപ്പോൾ മാത്രം ഒരു നമ്പർ തന്നു. ആ നമ്പറാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. വല്ലാത്തൊരു കഷ്ണം തന്നെ. പിന്നെ ഞാൻ എൻ്റെ വല്യമ്മയെ കൊണ്ടുപോവാണ്. തരൂ, സൈൻ ചെയ്യാം. എൻ്റെ പേര് ഞാൻ എഴുതി ഒപ്പിട്ടോളാം. സഫീർ പുളിക്കൽ എന്നെഴുതി അവൻ സൈൻ ചെയ്തു. വല്യമ്മയെ അത് കാറിലേക്ക് ഇരുത്തി. ശരിക്കും വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. വല്യമ്മ, ഉമ്മക്ക് എന്താ കൊടുക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എൻ്റെ കുട്ടികളൊപ്പം ഇരുന്നാൽ മതി, അത് മാത്രം മതി. എത്ര കാലമായി മോനെ ഒറ്റപ്പെട്ട് കഴിയണ്. എപ്പോഴും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നോക്കും ആരെങ്കിലും വരുന്നുണ്ടോയെന്നറിയാൻ. എല്ലാവരുടെയും വരും, പലരുടേതും വന്ന് സംസാരിക്കും, ഓൾക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. ഞാനിങ്ങനെ നോക്കും. അപ്പുറത്തുള്ളവരൊക്കെ എനിക്ക് തരും പലഹാരങ്ങളും മിഠായിയൊക്കെ. അതിന് എനിക്ക് മോനെ പലഹാരത്തിനും മിഠായിക്കുമല്ല കൊതി, എൻ്റെ ഉറ്റവരെ ഉടയവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇപ്പം ചെയ്യുക? ശരിക്കും വല്യമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ റിസ്വാന വക്കീലിനെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളുണ്ടോ ഉമ്മാനെ നോക്കാൻ കേട്ടോ. എന്നാൽ അതാ അവർ നേരെ പോയത് അല്പം വിജനമായ ഒരു സ്ഥലത്തേക്കായിരുന്നു. ഇക്ക, നമ്മൾ എങ്ങോട്ട് പോകുന്നത്? അതൊക്കെയുണ്ട് പെണ്ണേ, നീ എവിടെ ഇരിക്കേ. എന്നാലും അത് നിനക്ക് ഇഷ്ടമല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ? അതെ, ഒത്തിരി ഇഷ്ടമാണ്. പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങൾ, ഒരുപാട് ബിൽഡിങ്ങുകളില്ലാത്ത സ്ഥലങ്ങൾ, അത് വലിയ രസമാണല്ലോ അല്ലേ? അതെ, നമ്മൾ പോകുന്നത് ഒരു ഉൾഗ്രാമത്തിലേക്കാണ്. ഓ, ഇപ്പം നമ്മൾ കുറേ പോകുന്നല്ലോ അങ്ങോട്ട്. അതെ പെണ്ണെ, ഒരു ഉൾഗ്രാമം എന്ന് വെച്ചാൽ അധികമായിട്ട് കെട്ടിടങ്ങളൊന്നുമില്ലാത്ത കാര്യമായിട്ട് തോട്ടങ്ങളുള്ള സ്ഥലം. മാഷാ അല്ലാ, ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഇതുപോലുള്ള പ്ലേസ്. നമ്മൾ എങ്ങോട്ടാ? അതൊക്കെയുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലത്ത് ചെറിയൊരു വില്ല. ഇക്ക, അതെ, ആ വില്ലയിലേക്ക് ആ വാഹനം കയറി ചെന്നു. വിശാലമായ പാർക്കിംഗ്, ശരിക്കും ഒരു നാച്ചുറാലിറ്റി, നല്ലൊരു നാച്ചുറൽ ഫീല് തോന്നിക്കുന്ന. ചുറ്റുഭാഗത്തും പ്രകൃതി രമണീയമായ മരങ്ങളും ആകാശമൊക്കെ കാണുമ്പോഴേ പ്രത്യേകമായിട്ടൊരു ഭംഗി തോന്നി. റിസ്വാന ചുറ്റുഭാഗത്തേക്ക് നോക്കി. മാഷാ അല്ലാ, പടച്ചോ സൃഷ്ടിച്ചതാണല്ലേ ഇതൊക്കെ, എന്ത് രസാ കാണാൻ. അതെ പെണ്ണെ, നിനക്ക് നിൻ്റെ ഇഷ്ടതല്ലേ? അതെ. അല്ല, ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ മനോഹരമായ ആ സ്ഥലത്തുകൂടെ അവരുടെ കാറ് സഞ്ചരിച്ച് നല്ലൊരു വില്ലയിലെത്തി. അവൾ ശരിക്കും അത് ആസ്വദിച്ചു. റബ്ബേ, എന്ത് ഭംഗിയാണ് കാണാൻ. യാ അല്ലാ. ശരിക്കും സഫീറിനെ വല്ലാത്തൊരു സ്നേഹത്തോടെ നമ്മുടെ റിസ്വാന വക്കീൽ നോക്കി. അവളുടെ ആ നോട്ടത്തിൽ സഫീർ ഒരു നിമിഷം പകച്ചുപോയി. എന്താ പെണ്ണേ, നീ എന്നെ എങ്ങനെ നോക്കുന്നത്? അതെ, ഒന്നുമല്ല, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫീർ എങ്ങനെ മനസ്സിലാക്കി എന്ന് ആലോചിച്ചതാ. അത് പിന്നെ എനിക്കറിയാലോ എൻ്റെ പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾ. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഭാഗ്യമുള്ള ആൾ ഞാനാണ്. അതായത് ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടി. അതും എൻ്റെ പെണ്ണെന്ന് വെച്ചാൽ അഹങ്കാരമില്ലാത്ത സൽസ്വഭാവിയായ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത, എല്ലാവർക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന. മതി, എന്നോട് കൂടുതൽ പറയണ്ട. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് അതൊക്കെ ഉണ്ട്. ഉണ്ട്, അതെനിക്കറിയാം. പഠിച്ചോനെ വല്യമ്മയെ അതാ അവൾ ഫ്രഷാക്കി പുതിയ വസ്ത്രങ്ങളെല്ലാം ഉടുപ്പിച്ചു കൊടുത്ത് ഒരു ബെഡിൽ സ്വസ്ഥമായി കിടത്തി. ഫുഡ് നൽകി. എന്നിട്ടാണ് അവർ അത് പറഞ്ഞിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവൾക്ക് വല്യമ്മയെ ഓർമ്മ വന്ന് ഓടി. എന്താ? അപ്പോഴേക്കും സഫീർ അവളുടെ കൈകൾ പിടിച്ചു.
അവൻ്റെ നെഞ്ചിലേക്ക് അവളെ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങോട്ടടി ഓടുന്നത്? എനിക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ച് എനിക്ക് നീ ഒരു ഗിഫ്റ്റും തരുന്നില്ലേ? തരാലോ, ഞാൻ വല്യമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. ഓഹ്, ശരിക്കും സഫീർ പുഞ്ചിരിച്ചു. റബ്ബേ, ഈ സ്നേഹം എന്ന് നിലനിന്നാൽ മതിയായിരുന്നു. റബ്ബേ, ഈ ഒരു സ്നേഹത്തിലേക്ക് ആരും വേണ്ടാത്തൊരു യുമായി വരല്ലേ അല്ലാ. റബ്ബേ, സഫീറിൻ്റെ മനസ്സിൽ ആദ്യമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല ജസീർ ഇത്. കാരണം പറഞ്ഞില്ലേ, അവൻ ആഗ്രഹിച്ചതാണ്, അവളെ കെട്ടാൻ വേണ്ടി നടക്കുകയാണെന്ന്. എന്തൊക്കെ അല്ലാ. എന്നാൽ അപ്പോഴേക്കും അതാ നമ്മളുടെ റിസ്വാന ഓടി. വല്യമ്മ, എന്ത് വേണ്ടത് വല്യമ്മക്ക്? മോളെ, ഒന്നും വേണ്ട, എനിക്കെൻ്റെ മനസ്സ് നിറഞ്ഞു മോളെ. ഇനി ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, എന്നെ സംരക്ഷിക്കാൻ നിങ്ങളെ കൈകളുണ്ടായല്ലോ, അത് മതി മോളെ. വല്യമ്മ, നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ ഉമ്മാക്ക് ചെയ്തു തരുന്നതാണ്. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നമുക്കൊന്ന് പുറത്ത് പോയിരുന്നാലോ? അപ്പോഴേക്കും സഫീർ വാങ്ങിയ ആ ഒരു വീൽ ചെയറിലേക്ക് വല്യമ്മയെ അവർ രണ്ടുപേരും ഇരുത്തി. അവർ 3 പേരും ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ ഒരു വില്ലയുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ വല്യമ്മ പറഞ്ഞു, എന്ത് രസാലേ മക്കളെ ഇവിടെയൊക്കെ കാണാൻ. ഹോ, പണ്ട് നിങ്ങളെ വല്യപ്പുള്ള കാലത്ത് തന്നെ ഏടെല്ലാം കൊണ്ടുപോയിന്. അതെ, കുറേ ദൂര സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോയിന്, കുറേ കാഴ്ചകളൊക്കെ കാട്ടി തന്നിക്കണ്. മൂപ്പര് പോയതിൻ്റെ ശേഷം പൊന്നു മക്കളെ ഒക്കെ പോയി. പിന്നെ എൻ്റെ കുട്ടിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. കുട്ടി നേരത്തെ കാലത്തെ പോയില്ലേ, ഓളെടങ്ങാറാക്കലുകൊണ്ട് എൻ്റെ കുട്ടിയെ നല്ലോണം കഷ്ടപ്പെടുത്തിക്കണ്. എന്താ ചെയ്യുക? എന്നാലും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മോനെ. എന്നാൽ സഫീറിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് വല്യമ്മ പറഞ്ഞു, പൊന്നു മോനെ, ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭാര്യയാണ് പടച്ച റബ്ബ് നിനക്ക് തന്നിട്ടുള്ളത്. എന്നെന്നും ഈ സ്നേഹം നിലനിർത്തി റഹ്മാനെ മരിക്കോളം നിങ്ങൾ ഈ സ്നേഹം തുടരണം. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. അതെ, ഈ ലോകത്തും പരലോകത്തൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വല്യമ്മ പ്രാർത്ഥിക്കണത്. മോനെ, ആലോചിച്ചൂടെ വീട്ടിലെ സ്ഥിതിഗതികൾ? എന്തെന്നറിഞ്ഞില്ല വല്യമ്മ ആ വില്ലയിൽ താമസിക്കുമ്പോൾ വല്യമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ ഈ സമയം അതാ പുളിക്കൽ തറവാട്ടിൽ തള്ളനെങ്ങാനും കൊണ്ടവൻ വരുമായിരിക്കും, വരാതിരിക്കൂല. അതിനു മുമ്പേ അവിടുന്ന് മാറ്റണം തള്ളനെ വേറെ എങ്ങോട്ടെങ്കിലും. ഓനറിയാം വൃദ്ധസദനത്തിൻ്റെ സ്ഥലമൊക്കെ. എടാ ജസീറേ. ആ, എന്താ? അതെ, എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞ തള്ളണ്ടല്ലോ, അതിനെ കൊണ്ടെങ്ങാനും സഫീർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കല്യാണം കളിയാട്ടും നടക്കൂല. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇവിടെ കുറേ VVIPകൾ വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം കരുതിക്കോ. ജസീറേ, വാ, നമുക്ക് രണ്ടൊക്കെ ഒന്ന് പോയിട്ട് അവിടുന്ന് തള്ളനെ വേറെ എവിടെക്കെങ്കിലും മാറ്റുക. നീ മാറ്റി ഇറങ്ങ്. ഓ, ഇനിയിപ്പോൾ അതിനും കൂടെ. അതെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരിക്കലും കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തണം. ഒരിക്കലും ഇനി അവരെ കാണാൻ ചെയ്യരുത്. വേറെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം. കല്യാണമാണ് വരുന്നത്, അവരെ കടത്തി വെട്ടുന്ന കല്യാണമായിരിക്കണം. അതാണ് വേണ്ടത്. നൂർജഹാനും കുറച്ച് അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മ, നൂർജഹാൻ അഹങ്കാരിയല്ലെന്ന് ആര് പറഞ്ഞു? അന്ന് അവളുമായുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അവൾ പിന്നെ നൈസായി അങ്ങ് ഒഴിഞ്ഞു. എടാ, അത് നിൻ്റെ കുരുത്തക്കേട് കൊണ്ട് തന്നെയല്ലേ. അവൾ മുമ്പേക്ക് വേറൊരു പെണ്ണിനെ കൊണ്ട് നീ ചെന്നു അല്ലേ? ഉമ്മ, അതൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിലാവുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവളെ എന്നെ അപമാനിച്ചു, എനിക്കൊരിക്കലും അവനെ വേണ്ടെന്ന് പറഞ്ഞ്. ഉമ്മ, അതിനൊക്കെ കണക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവരോട് വരട്ടെ. എടാ, ഇവിടെ വന്നിട്ട് നീ ഓളെ ഉപദ്രവിക്കാതെ നിൽക്കണ്ട കേട്ടോ. എല്ലാം ഉപദ്രവിക്കുന്നില്ല, നൈസായിട്ടൊരു ചീറ്റിക്കൽ മാത്രം. എടാ, വേണ്ടാത്ത നിൽക്കണ്ട, നീ മാറ്റ്. അപ്പോൾ തന്നെ അവർ നേരെ വൃദ്ധസദനത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ ചെന്നപ്പോൾ വേറെ ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റിയെന്നറിഞ്ഞപ്പോൾ അവിടെ എത്തി. ഖദീജ എന്ന് പേരുള്ള ഖദീജയോ? അപ്പോൾ അവരെ കൊണ്ടുപോയല്ലോ ഇന്നലെ ഇവിടുന്ന്. ഇന്നലെയോ? ആര്? ഇതാ, ഇവരാണ് ഖദീജ എന്ന പേരുള്ള ആളെ കൊണ്ടുപോയത്. ഇതാ. ശരിക്കും ജസീർ അത് വായിച്ച് ഞെട്ടിപ്പോയി. അതെ, പുളിക്കൽ സഫീർ എന്നിട്ട് സൈൻ ചെയ്തിരിക്കുന്നു. ഇവരാണ് കൊണ്ടുപോയതെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഓഹോ, അപ്പോൾ കല്യാണത്തിന് കിളവയും കൊണ്ട് വരുമായിരിക്കും. വല്ലാത്തൊരു കഷ്ടമായി പോയി. നിങ്ങളെന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? ഞങ്ങളല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടത്.
ഞങ്ങളോട് ചോദിക്കാതെ എന്തിനാ അവൻ്റെ കൂടെ വിട്ടത്? അവൻ ആദ്യ പ്രാവശ്യം വന്നിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ വേറെ ആരുമില്ല, വിളിച്ചിട്ട് കിട്ടണമില്ല. കൊച്ചുമകനാണെന്ന് പറഞ്ഞു കൊടുത്തയച്ചു. അതിനിപ്പോൾ എന്താ? നിങ്ങളൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ആര് വന്നാലും ഉമ്മമാരൊക്കെ കൊടുക്കുമോ? നിങ്ങളിതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണല്ലേ. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഒരുപാട് വിളിച്ച്, നിങ്ങൾ തന്ന നമ്പർ ഏതോ ഇല്ലാത്ത നമ്പർ തന്നിരിക്കുന്നു. എന്നിട്ട് ഒരുപാട് വിളിച്ച് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ അത്രക്കും ചീപ്പ് പരിപാടികൾ ചെയ്തത്. ഇല്ലാത്ത നമ്പറും തന്നിട്ട്. ഇല്ലാത്ത നമ്പറൊന്നല്ല, വിളിച്ചാൽ കിട്ടാത്തതിന് ഇപ്പോൾ ആരോ കുറ്റം കട്ടയക്കണ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ എന്നിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിച്ചിട്ട് കൊണ്ടുപോകാൻ. എന്നാൽ അവിടുത്തെ സൂപ്പർവൈസർ നല്ല രീതിയിൽ അവരെ ചീത്ത പറഞ്ഞു. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? പ്രായമായൊരു ഉമ്മയെ കൊണ്ടിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വേണ്ടേ? ഒരു മര്യാദക്കൊരു നമ്പർ പോലും ഞങ്ങൾ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴവിടെ സൗകര്യമില്ല. ഒരുപാട് അന്തേവാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട മാതാപിതാക്കളെ നോക്കാത്ത എത്രയോ പാവപ്പെട്ട നല്ല ഉദ്യോഗസ്ഥന്മാരായ മക്കളുള്ളവർ ഇവരെ കൊണ്ടുവന്ന് ഇടുകയാണ്. എന്താപ്പോ ദിവസം ദിനംപ്രതി എത്രയാണ് വൃദ്ധരിങ്ങനെ കൂടുന്നത്? ആ മക്കൾക്ക് ജോലിയും കാര്യം പൈസയപ്പോൾ അവർക്ക് പ്രായമായവർ വേണ്ട. നിങ്ങളും അത്രക്കാരനല്ലേ? നിങ്ങളൊരു കോള് പോലും എടുക്കാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിന്ന് ഞങ്ങൾ തന്ന അല്ലെങ്കിൽ കേസ് കൊടുക്കും. നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തോളൂ. ഇവിടുത്തെ പേരും ഇനീഷ്യൽ അടക്കം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഫോൺ നമ്പറും ഉണ്ട്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്, കൊണ്ടുവന്നിട്ടതല്ലാതെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത്. എന്നാൽ അത് കേട്ടപ്പോൾ അവർ മൗനം പാലിച്ചു. ഉമ്മ ഇറങ്ങിക്കോ, അതവൻ കൊണ്ടുപോയി. അവൻ ആ ചെറ്റ കല്യാണത്തിന് ആ ഒരു കിളവിയെയും കൊണ്ട് അങ്ങ് വരട്ടെ, ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ജസീറ, ഈ വേണ്ടാത്തൊന്നും പറയണ്ട. നീ പറഞ്ഞാൽ അത് ചെയ്യും. നീ വെറുതെ കൊളാക്കല്ലേ കല്യാണം. ആ തള്ളൻ്റെ മുഖം എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. നടക്കങ്ങോട്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നാൽ പാവം ആ വൃദ്ധയായ ഉമ്മയെ സഫീർ നൈസായി സംരക്ഷിച്ചെടുത്തു. കാരണം അവരെ വേറെ വൃദ്ധസദനത്തിലേക്ക് അല്പം ദൂരേക്ക് മാറ്റുവാനായിരുന്നു പ്ലാനിങ്, സഫീർ അറിയുന്നതിന് മുമ്പ്. പക്ഷേ അപ്പോഴേക്കും സഫീർ ഉമ്മയെ രക്ഷിച്ചതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ വല്യമ്മയോട് സഫീർ കഥ പറയുകയാണ്. വല്യമ്മ, എന്താ മോനെ? വല്യമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്നല്ലോ ആയിഷ, ആമിന എന്നൊക്കെ പറഞ്ഞിട്ട്. ആമിനൻ്റെ മോള് ആയിഷ. മോനെ, അതിൻ്റെ കഥ ഒന്നും പറയാ നല്ലത്. ഞാൻ എത്രയോ ഓളോട് പറഞ്ഞ് ആയിഷയെ നമുക്കിങ്ങോട്ട് ഏറ്റെടുക്കുക. ഏതായാലും അങ്ങനെയൊക്കെ കുട്ടി കാട്ടിക്കൂട്ടി. ഇനിയിപ്പോൾ കുരുത്തക്കേട് കൊണ്ടാണെങ്കിലും കൽപ്പിച്ചു കൂട്ടിയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ആയി തീർന്നില്ലേ. നമ്മളെ ചോരനല്ലേ ഇങ്ങോട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. എന്താണ് എൻ്റെ ഉമ്മ സാധനം എന്നോ? എൻ്റെ ഉമ്മ ആ രാത്രി ഇറക്കി വിട്ടു. എവിടേക്കാ ഇറക്കി വിട്ട് ആർക്കും ഒന്നും അറിയില്ല. ഉമ്മ, എന്താ മോനെ? ഞാൻ ഉമ്മക്ക് ഒരു സർപ്രൈസ് കാണിച്ചു തന്നാലോ? സർപ്രൈസോ? എന്താ കുട്ടി സർപ്രൈസൊക്കെ? അതൊക്കെയുണ്ട് ഉമ്മ. അവരിപ്പോൾ എവിടെയായിരിക്കും? അറിയില്ല മോനെ. എൻ്റെ ജസീറിൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞൊക്കെ ഉണ്ടാവും, ആർക്കറിയാം. ഏതൊക്കെയാവോ. ഏതായാലും നമ്മൾ വലിയ തറവാട്ടുകാരും പൈസക്കാരൊക്കെ ആയിരുന്നു. പറഞ്ഞിട്ടെന്താ, തറവാട്ടുകാരും പൈസക്കാരും ഒക്കെ തന്നെയാണ്. വീട്ടിലിങ്ങനെ ആശ്വാസം നടക്കണം അറിയില്ലല്ലോ. നട്ടപ്പാതിരാക്ക് ആ പെണ്ണിനെ വിളിച്ച് വെള്ളം ചോദിച്ചിരുന്നോ? വെള്ളം ചോദിക്കുമ്പോൾ ഈ പെണ്ണിന് ഉമ്മക്ക് കുറച്ചൊരു സുഖമില്ലായ്മയുണ്ട്. അപ്പോൾ മോളെ പറഞ്ഞേക്കുന്നു. ആയിഷ എന്ന് പറഞ്ഞ് ഇവനെ വിളിച്ച്, ആയിഷ വെള്ളം കൊണ്ടെനിക്ക് കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടാ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കൊണ്ടുപോകും അത്രേ. അപ്പോൾ ഈ പെണ്ണ് വെള്ളം ചൂടാക്കി കൊടുക്കുമ്പോഴൊക്കെ ഇവന് പറയുമല്ലോ, ആയിഷ പോവല്ലേ, നമുക്കിവിടെ ഇരിക്കാം, ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഇട്ട് കൊണ്ടാ, അല്ലെങ്കിൽ ഒരു പാൽ ചായ ഉണ്ടാക്കി കൊണ്ടാ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക, കാറ്റും കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവനെങ്ങനെ മന്ത്രിച്ച് ഓളെ എന്തൊരു മിടുമിടുക്കുള്ളൊരു പെൺകുട്ടിയായിരുന്നു എന്നോ. എന്താണെന്ന് വെച്ചാൽ വല്ലാത്ത രസമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. നല്ല വെളുത്ത് തടിച്ചിട്ടൊരു പെൺകുട്ടിയായിരുന്നു. തടിച്ചിട്ടെന്ന് വെച്ചാൽ നല്ലൊരു കുടുക്ക പോലത്തെ ഒരു മുകളുണ്ടാവില്ല, കണ്ടാൽ നോക്കിപ്പോവും. മുഖം 14 രാവ് പോലെ ഉണ്ടായിരുന്നു ആയിഷാൻ്റെ. നല്ലൊരു മോളായിരുന്നു. അത് പ്രായപൂർത്തി അയക്കണോ എനിക്കറിയില്ല പൊന്നാര മോനെ. പ്രായപൂർത്തി അയക്കണോ അതോ ഇനി
ഏതായാലും 10-15 വയസ്സ് 14 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്. കല്യാണം കഴിക്കാനൊന്നും ആയിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ അന്നൊക്കെ പിന്നെ 9ാം ക്ലാസ്സിൽ കല്യാണം കഴിച്ച് പോകുമല്ലോ. നല്ലൊരു തടിമിടുക്കുള്ള പെണ്ണ്. ആ പെണ്ണ് എന്ത് രസമായിരുന്നു കാണാനെന്നോ. അവിടെ നമ്മളെ വീട്ടുമുറ്റത്ത് വളർന്നത് തന്നെയായിരുന്നു. അങ്ങനെ ജസീർ ഓളോട് രാത്രി വെള്ളം ചോദിപ്പിച്ചിട്ടും ഓളെ എണീപ്പിച്ചിട്ടും പിന്നെ അങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞേക്കണം. അതെനിക്കറിയില്ല. അതേതോ എന്താ ഡ്രസ്സ് എടുക്കാൻ വാങ്ങാൻ പോകാമെന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും വീട്ടിൽ തന്നെയാണ് സംഭവങ്ങളൊക്കെ. ഒരു ദിവസം വന്ന് നോക്കിയപ്പോഴല്ലേ അടുക്കളയിൽ അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ. ആ പെണ്ണിൻ്റെ ഡ്രസ്സ് മുഴുവനും അതൊക്കെ അഴിപ്പിച്ചിരിക്കണ ഓനോൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കണ്. എന്തായാലും ആ പെണ്ണ് ഗർഭിണി അയക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിന്. ഇതറിഞ്ഞ എൻ്റെ ഉമ്മ പൊന്നാര കുട്ടിയെ ആ രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ഇറക്കി വിടിയിപ്പിച്ച് ഇതറിഞ്ഞ അന്ന്. അപ്പോൾ എത്രയോ വട്ടം ഈ പെണ്ണിനെ വിളിച്ചുണർത്തിക്കണോന്. വിളിച്ച് ആയിഷ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയിട്ട് ഓൾക്ക് വെള്ളവും ഓൾക്ക് ചായ ഉണ്ടാക്കിപ്പിച്ചിട്ടും വെള്ളം ഉണ്ടാക്കിച്ചിട്ടും ആ രാത്രി ഓൻ ഉറങ്ങൂല. ഓൻ്റെ ചിന്ത ഇതാണ്. എല്ലാവരും ഒന്ന് ഉറങ്ങി ഒരു 10-12 മണിയാകുമ്പോൾ ഓൻ എണീക്കും. എണീറ്റിട്ട് ആയിഷ അടുക്കളൻ്റെ ഭാഗത്തുള്ള സ്റ്റോർ റൂമിൻ്റെ അവിടെ ഒരു റൂമുണ്ട്. അവിടെ ഇരുന്ന് കിടന്നിരുന്നത്. വാതിലടക്കലിൻ്റെ ചാരലുണ്ടോ ആർക്കറിയാം. എങ്ങനെയായാലും ഓൾ എണീപ്പിക്കും. അല്ലെങ്കിൽ ഓളമ്മാനെ വിളിക്കുക. അപ്പോൾ അപ്പോൾ ഗുളിക കുടിക്കുന്ന പെണ്ണുങ്ങളാന്ന് തോന്നുന്നത്. അപ്പോൾ ഇവർ ഈ ഗുളികയും കുടിച്ചിട്ട് ക്ഷീണിച്ച് ഉറങ്ങുന്ന സമയത്താണ് ഇവനൊരു 1 മണിക്ക് 12 മണിക്കൊക്കെ എണീറ്റിട്ട് ഇവളെ വിളിക്കുക. കുറച്ച് വെള്ളം കിട്ടണ്ടായിരുന്നു ആദ്യമൊക്കെ. എന്നാൽ അവൾ അടുക്കളയ്ക്ക് കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ. അതുള്ള ഉറക്കമായിരിക്കും. 36 ഇതൊന്നുമില്ല. ഈ കുട്ടിയാണെങ്കിൽ എല്ലാ പണിക്കും സഹായിക്കും. ഓള് അടുപ്പത്തെ പണിയൊക്കെ എടുക്കുമ്പോഴേക്കും ഈ പെണ്ണ് മിറ്റടിക്കലും അതേപോലെ അകടിക്കലും പാത്രം കഴുകലും ഒക്കെ ചെയ്യും. അലക്കലും. എന്നാലോ കുളക്കടവൊക്കെ കുളിക്കാൻ പോകും ഈ പെണ്ണ്. അന്നൊക്കെ അങ്ങനെയാണല്ലോ. അതിൻ്റെ നമ്മളെ വീടിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട്. ഇപ്പം അവിടെ ആരും പോക്കൊന്നുമില്ല. അവിടെ കുളിക്കാൻ പോകുമ്പോൾ ഇവരെന്താക്കും, അവിടെ ഒളിച്ചിരിക്കും. അങ്ങനെ ചെയ്യും. പിന്നെ 1-2 പറഞ്ഞൊക്കെ ഓളോട് ഇങ്ങനെ തമാശയും ചിരിയൊക്കെ പറഞ്ഞ് ഓൾ അലക്കുന്നു നോക്കിയിട്ടും കുളിക്കുന്നത് നോക്കിയിട്ടും അങ്ങനെയൊക്കെ നല്ലൊരു മോളായിരുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക. ഓൻ്റെ കാര്യമാണ് കഴിച്ചിലാക്കിയെന്ന് പറയാം. ആ പെണ്ണിനെ ഇതാക്കിയിട്ട് ഇപ്പം എന്തായി. രാത്രിക്ക് രാത്രി ഇറക്കി വിട്ടു. പിറ്റേന്ന് ആയിഷ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞത് എന്താണെന്നോ, ആയിഷയില്ല ആമിനയില്ല, ഒക്കെ ഇവിടുന്ന് പോയിക്കണേ. എവിടേക്ക് പോയത് അറിയില്ല. അന്ന് ജസീർ എന്തൊരു ഇളക്കിയതെന്നോ ഉമ്മ പറയണം, സത്യം പറയണം. ഏതാ അവൾ എവിടേക്കാണ് പോയത്, അവൾ എങ്ങോട്ടാ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇളക്കായിരുന്നു. എന്താ ചെയ്യുക. ഓരോന്ന് എറിഞ്ഞെടുത്ത് പൊട്ടിച്ചിട്ടും അങ്ങനെ ആട്ടിയിട്ടും ഇങ്ങനെ കാട്ടിയിട്ടും ജസീറ ഈ എത്ര ഇളകിയിട്ടും കാര്യമില്ല. അവരെങ്ങോട്ടോ പോയിക്കണം. അവരെഞ്ഞി ഇങ്ങോട്ട് അടുപ്പിക്കൂല എന്ന് പറഞ്ഞു. കാരണം മാനക്കേടാണ്. വേലക്കാരി പെണ്ണിനെ ഗർഭിണിയാക്കി. എന്നിട്ട് ഇപ്പോൾ ഓളെ തന്നെ. അപ്പോൾ ഇവൻ പറയണത് എനിക്ക് ഓളെ തന്നെ മതി, എനിക്ക് ഓളെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് ഓളെ തന്നെ കെട്ടിയാൽ മതി, എനിക്ക് വേറെ ആരും വേണ്ട. അപ്പം എന്താട്ടി എൻ്റെ ഉമ്മ ഈ പണിയെടുത്ത് പറഞ്ഞയച്ച് എങ്ങോട്ടോ പാതാളത്തേക്ക് തള്ളി പറഞ്ഞയച്ചേക്കണം. ഏതൊക്കെയാവോ. ഏതായാലും ആ കുട്ടിയൊക്കെ ജീവിച്ചിരിക്കണ്ടോ, ജനിച്ചേക്കണോ അതോ മരിച്ചേക്കണോ ഒന്നും അറിയില്ല. കാണാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നല്ല മോളായി. എൻ്റെ കാല് നല്ലോണം വന്നിങ്ങനെ മസാജ് ഇപ്പോൾ നമ്മളെ മോള് ചെയ്യണേ പോലെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കാലിങ്ങനെ ഒഴിഞ്ഞിട്ടും മസാജ് ചെയ്തിട്ടും നല്ല കാര്യമായിരുന്നു മോൾക്ക്. എന്താ ചെയ്യുക, ഓരോന്ന് വിധി. അല്ലെങ്കിൽ അധികം സ്നേഹിക്കണമല്ലോ എന്നെ വിട്ടു പോകും. എനിക്ക് പേടിയാണ് ഈ മോൾ എന്നെ ഇങ്ങനെ നോക്കണ കാണുമ്പോൾ. പഠിച്ചോനെ എല്ലാം നിലനിർത്തി തരണേ അല്ലാ. അല്ലുമ്മ, അപ്പോൾ അവരെവിടെയാണ് ഇപ്പോൾ അറിയില്ല? അറിയാത്ത രീതിയിൽ സഫീർ ചോദിച്ചു. ഇല്ല മോനെ, കാണാനൊക്കെ പൂതിയുണ്ട്. എല്ലാ വല്യമ്മമാർക്കും പേരക്കുട്ടികളെ കാണാനും കൊച്ചുമക്കളെ കാണാനൊക്കെ തന്നെ എനിക്കും ആഗ്രഹം. എനിക്ക് അതിനുള്ള വിധി ഇല്ലാതെ അവരെന്നെ കൂട്ടിലിട്ടു. അതുകൊണ്ട് ഞാൻ ഇടങ്ങാറായി. നിങ്ങളേതായാലും രക്ഷിച്ചു. എന്നാൽ ഈ സമയം അതാ ജസീറും ഉമ്മയും അവന് എവിടെ കൊണ്ടുപോയതോ അവൻ പാർപ്പിച്ചത്. വല്ലാത്തൊരു സാധനമായിപ്പോയി. അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആകപ്പാടെ ബഹളമാണ് അവർ. ഉമ്മ, ജസീർ എന്താ സാധനം എന്നോ, ഇനി വല്യമ്മാനെ വല്ല ഏതായാലും അങ്ങനെ നമ്മുടെ റിസ്വാൻ വക്കീലിൻ്റെ അടുത്ത് വല്യമ്മയെ ഏൽപ്പിച്ച് നമ്മുടെ സഫീർ പുറപ്പെടുന്നു ആയിഷയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇതെങ്ങാനും ജസീറും അവൻ്റെ ഉമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അതെ
ഉറപ്പായിട്ടും അവർ വലിയൊരു പ്രശ്നമുണ്ടാക്കും. മാത്രമല്ല സഫീറിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനും അവർ മടിക്കില്ല. ആയിഷയുടെ വീട്ടിലേക്ക് പോകുന്ന സഫീർ, അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? സഫീർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.